നമ്മളൊരു ക്രൈം വാർത്തയിലേക്കാണ് ഇനി. മംഗളൂരുവിലെ ഉള്ളാലിൽ സഹകരണ ബാങ്കിൽ പട്ടാപ്പകൽ വൻ കവർച്ച. മുഖം മൂടി ധരിച്ചെത്തിയ സംഘം തോക്ക് ചൂണ്ടി പണവും സ്വർണവും കവർന്നു. കൊട്ടേക്കർ സഹകരണ ബാങ്കിന്റെ KC റോഡ് ശാഖയിലാണ് മോഷണം നടന്നത്. സ്വർണം ഉൾപ്പെടെ 12 കോടിയോളം രൂപ കവർന്നതായാണ് പ്രാഥമിക നിഗമനം. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, 12 കോടിയോളം എന്ന് പറയുമ്പോൾ വലിയ തുക. ഈ പ്രതികളെ പിടികൂടാനായിട്ടുണ്ടോ? മോഷണം നടന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ പ്രതികളിലേക്ക് എത്താൻ? ACP ധന്യ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരുൾപ്പെടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇതാരാണ് ഈ കവർച്ചയ്ക്ക് പുറകിലെന്ന കാര്യം പോലീസിന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ജീവനക്കാരും അക്കാര്യത്തിൽ ഒരു വ്യക്തത ജീവനക്കാർക്കുമില്ല. ഹിന്ദി സംസാരിക്കുന്ന 5 ആളുകളാണ് ഈ ബാങ്കിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉള്ളാൽ കൊട്ടേക്കർ സഹകരണ ബാങ്കിൻ്റെ ഉള്ളാൽ KC റോഡിലുള്ള ശാഖയാണ്. 12 കോടിയോളം രൂപ മോഷണം പോയിരിക്കുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. ഇതിൽ 5 ലക്ഷം രൂപ പണമായാണ് പോയിരിക്കുന്നത്. മറ്റുള്ളവ സ്വർണ്ണമാണ്. ഈ ഫിയറ്റ് കാറിലെത്തിയ സംഘമാണ് ഉച്ചയ്ക്ക് 1:30 ഈ ബാങ്കിലേക്ക് അതിക്രമിച്ച് കയറുന്നത്. തുടർന്ന് തോക്ക് ചൂണ്ടി ജീവനക്കാരെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ പണവും സ്വർണവും മോഷ്ടിക്കുന്നത്. അതിനുശേഷം അതേ കാറിൽ തന്നെ പോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു മോഷണമാണ്. മംഗലാപുരത്ത് തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വലിയ മോഷണം നടന്നിരിക്കുന്നു. 12 കോടിയോളം രൂപയുടെ മോഷണം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. വലിയ പോലീസ് സംഘം പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ 3 പരിപാടികൾ കർണാടകയിൽ ഈ മംഗളൂരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ പരിപാടികൾ കേന്ദ്രീകരിച്ച് സുരക്ഷ വിന്യസിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളാൽ ഇങ്ങനെ ഒരു മോഷണം നടന്നിരിക്കുന്നത്. എന്തായാലും 12 കോടി രൂപയുടെ മോഷണമുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ ബാങ്കിലെ CCTV സർവീസിന് വേണ്ടി അത് അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് അറിവുള്ള ആരെങ്കിലുമാണോ ഈ മോഷണത്തിന് പുറകിലെന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും പ്രതികൾക്കായി അന്വേഷണം ഊർജിതമായി നടക്കുന്നു. അതെ അരുൺ, ഈ ഇത്രയും വലിയ തുക, കോടികളുടെ ഒരു കവർച്ച നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവുള്ള ആളുകളായിരിക്കും എന്നതിലേക്ക് തന്നെയാണ് അത്തരത്തിലുള്ള സംശയമാണ് ഉയരുന്നത്. അപ്പോൾ ഈ മുഖംമൂടിയൊക്കെ ധരിച്ച് വളരെ കൃത്യമായിട്ട് അവർ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇതിൽ നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു അല്ലേ? അതിനാണ് സ്മിത, ഈ കവർച്ചാ സംഘത്തിന് ഇതിൽ മുൻപരിചയം ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നു, കൃത്യമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പോലെ തന്നെ അകത്തേക്ക് കയറി തോക്ക് ചൂണ്ടി ജീവനക്കാരെ മുൾമുനയിൽ നിർത്തുന്നു. അതിനുശേഷമാണ് ഈ ഒരു വലിയ കവർച്ച നടന്നിരിക്കുന്നത്. അതും ആ ബാങ്കിൽ എത്രത്തോളം തുക ഉണ്ട് എന്ന കാര്യം ഈ കവർച്ചാ സംഘത്തിന് വ്യക്തതയുണ്ട്. മാത്രമല്ല ഈ CCTV അവിടെ ഇല്ല. CCTV സർവീസിന് വേണ്ടി അയച്ചിട്ടിരിക്കുകയാണ് എന്ന കാര്യവും ഈ കവർച്ചാ സംഘത്തിന് അറിയാം. ഇതൊക്കെ മുൻകൂട്ടി അറിയുള്ള ഒരു സംഗമം തന്നെയാണ് ഈ കവർച്ചയ്ക്കായി ഇവിടേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. പ്രതികൾ രക്ഷപ്പെടാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ സുരക്ഷ വിന്യസിച്ചിട്ടുണ്ട്. വാഹന പരിശോധന ശക്തമായി തന്നെയുണ്ട്. ഈ വാഹനം കേന്ദ്രീകരിച്ച്, അതായത് CCTVയിൽ കാണുന്ന നീല ഫിയറ്റ് കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു. ഉടൻ തന്നെ പ്രതികൾ വലയിലാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. സ്മിത, അരുൺ പാറയ്ക്കലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ വാർത്തയാണ്. മംഗളൂരുവിലാണ് സംഭവം ഉണ്ടായത്. മുഖംമൂടി സംഘം തോക്ക് ചൂണ്ടിയാണ് വലിയ തുകയുടെ കവർച്ച നടത്തിയത്. ബാങ്കിൽ നിന്ന് 12 കോടിയോളം രൂപ കവർന്നു എന്നതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം എത്തുന്നത്. 12 കോടി രൂപ ബാങ്കുകളിൽ സാധാരണ അത്രയും രൂപ ഒരുമിച്ച് സൂക്ഷിക്കാറില്ല. അതെന്തെങ്കിലും ട്രാൻസാക്ഷൻ്റെ ഒക്കെ സമയം വരുമ്പോൾ അവശ്യഘട്ടങ്ങളിലാണ് എത്തിക്കുക. അങ്ങനെ എത്തിച്ചു എന്നുള്ളതിൽ ഒരു വിവരം ഉള്ള ആരെങ്കിലും ആകും ഇതിനു പിന്നിൽ എന്നുള്ള ഒരു നിഗമനമുണ്ട്. കാരണം അത്രയേറെ തുക ഒരുമിച്ചുള്ള സമയത്ത് തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പരിചയസമ്പന്നരെ പോലെ വന്നിറങ്ങുന്നു, തോക്കു ചൂണ്ടി മുഖംമൂടി ധരിച്ചവരെത്തുന്നു. അപ്പോൾ അങ്ങനെ വളരെ ആസൂത്രണം ചെയ്തുള്ള ഒരു മോഷണം. അതുകൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ വലിയ താമസം ഉണ്ടാകില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ മുഖംമൂടി ധരിച്ചു എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്നാണെങ്കിലും അവരിലേക്ക് എത്താൻ തിരിച്ചറിയാനുള്ളൊരു സമയം എടുക്കും, വെല്ലുവിളി ഉണ്ടാകും. കാരണം ബാങ്കിനകത്ത് CCTV ഇല്ല. CCTV എന്താണ് സർവീസിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ മുഖംമൂടി ധരിച്ചിരിക്കുന്നു. ഒപ്പം ഹിന്ദിയാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ വെല്ലുവിളികളുണ്ട്. ഹിന്ദി സംസാരിച്ച വെല്ലുവിളി എന്നല്ല പറഞ്ഞത്.